കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനമായിരുന്നു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSP. എന്നാൽ 2014 മുന്നണി മാറിയതോടെ RSPയുടെ രാഷ്ട്രീയ ഗ്രാഫ് താഴേക്കായിരുന്നു. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ കരുത്ത് കാട്ടുമ്പോഴും കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് RSP. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് RSPക്ക് വെറുമൊരു പോരാട്ടമല്ല, അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കൊല്ലം ജില്ലയിലെയും തീരദേശ മേഖലകളിലെയും RSPയുടെ സ്വാധീനം വിസ്മരിക്കാനാവില്ല. എന്നാൽ UDFൽ എത്തിയ ശേഷം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി സംപൂജ്യരായി. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലെ RSPയുടെ പ്രകടനം പരിശോധിച്ചാൽ പാർട്ടി നിലവിൽ എത്തിയിരിക്കുന്ന അവസ്ഥ വ്യക്തമാകും. 2006-ൽ LDFിലായിരുന്ന RSP 4 മത്സരിച്ചത്. അതിൽ 3 ജയിച്ചു. കുന്നത്തൂരിൽ നിന്ന് കോവൂർ കുഞ്ഞുമോനും, ഇരവിപുരത്ത് നിന്ന് AA അസീസും, ചവറയിൽ നിന്ന് NK പ്രേമചന്ദ്രനും നിയമസഭയിലെത്തി. പരാജയപ്പെട്ടത് ആര്യനാട് മത്സരിച്ച TJ ചന്ദ്രചൂഡൻ മാത്രം. അന്ന് VS സർക്കാരിൽ പ്രേമചന്ദ്രൻ മന്ത്രിയുമായി. 2011-ലും LDF 4 സീറ്റുകളാണ് RSPക്ക് നൽകിയത്. പക്ഷേ ഇത്തവണ ജയിച്ചത് 2 പേർ മാത്രം. കുന്നത്തൂരിൽ നിന്ന് കോവൂർ കുഞ്ഞുമോനും, ഇരവിപുരത്ത് നിന്ന് AA അസീസും. ചവറയിൽ മത്സരിച്ച NK പ്രേമചന്ദ്രൻ RSP B നേതാവായിരുന്ന ഷിബു ബേബി ജോണിനോടും, അരുവിക്കരയിൽ A ശ്രീധരൻ നായർ G കാർത്തികേയനോടും പരാജയപ്പെട്ടു. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റിന് ചൊല്ലിയുണ്ടായ തർക്കമാണ് RSPയെ LDF വിടാൻ പ്രേരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയുമായി. ആ വേളയിലാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പരനാറി പ്രയോഗം നടത്തുന്നത്. പ്രേമചന്ദ്രൻ വിജയിച്ച് ലോക്സഭയിലെത്തി. 2019-ലും 2024-ലും ജയം ആവർത്തിച്ചു. പക്ഷേ ഇടതുമുന്നണി വിട്ട RSPക്ക് പിന്നീട് ഇതുവരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ടില്ല. കുന്നത്തൂർ MLA ആയിരുന്ന കോവൂർ കുഞ്ഞുമൻ പാർട്ടി വിട്ട് LDFനൊപ്പം പോയത് RSPക്ക് കനത്ത ആഘാതമായി. മത്സരിച്ച എല്ലാ സീറ്റുകളിലും RSP തോറ്റപ്പോൾ കോവൂർ കുഞ്ഞുമനെ 2 തവണയും ഇടതുപക്ഷം നിയമസഭയിലെത്തിച്ചു. ബാബു ദിവാകരൻ നേതൃത്വത്തിലുള്ള RSP B മാതൃസംഘടനയിൽ ലയിച്ചപ്പോൾ പാർട്ടി കൂടുതൽ ശക്തമായെന്ന് തോന്നിപ്പിച്ചെങ്കിലും ഫലം നിരാശാജനകമായിരുന്നു. 2016-ലും 2021-ലും 5 സീറ്റുകളായിരുന്നു UDF RSPക്ക് നൽകിയത്. പക്ഷേ 5 തോറ്റു. ഷിബു ബേബി ജോൺ ചവറയിലും, ബാബു ദിവാകരൻ ഇരവിപുരത്തും, ഉല്ലാസ് കോവൂർ കുന്നത്തൂരും പരാജയപ്പെട്ടു. 2021-ൽ ചവറയ്ക്കും കുന്നത്തൂരിനും ഇരവിപുരത്തിനും പുറമെ മട്ടന്നൂരിലും ആറ്റിങ്ങലിലുമായിരുന്നു RSP മത്സരിച്ചത്. ഇതിൽ ആറ്റിങ്ങലിൽ BJPക്കും പിന്നിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇത്തവണ ആറ്റിങ്ങൽ, മട്ടന്നൂർ തുടങ്ങി ഒരിക്കലും ജയിക്കാത്ത മണ്ഡലങ്ങൾ വേണ്ടെന്ന് RSP വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരത്തിന് മുൻപേ തോൽക്കുന്ന സീറ്റുകൾ വേണ്ടതാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. ഇത് UDF അംഗീകരിക്കുമോ എന്നും എത്ര സീറ്റുകൾ നൽകാൻ തയ്യാറാകുമെന്നും കാത്തിരുന്നു കാണണം. എന്തുകൊണ്ടാണ് RSPക്ക് നിയമസഭയിൽ ജയിക്കാൻ കഴിയാത്തത്? പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. ആദ്യത്തേത് ഇടതുപക്ഷ വോട്ടുകളുടെ ചോർച്ചയാണ്. RSPയുടെ കേഡർ വോട്ടുകൾ പരമ്പരാഗതമായി ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരാണ്. പാർട്ടി UDFിലേക്ക് മാറിയെങ്കിലും ഈ വോട്ടുകൾ LDFിൽ ഉറച്ചു നിന്നു. രണ്ടാമത്തെ കാരണം സംഘടനാപരമായ തളർച്ചയാണ്. ഭരണമില്ലാത്ത 10 വർഷം താഴെത്തട്ടിലുള്ള പാർട്ടി സംവിധാനങ്ങളെ തളർത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ കാരണമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അത് LDFിന്റെ പ്രതിരോധമാണ്. RSPയെ എങ്ങനെയും തോൽപ്പിക്കുക എന്നത് CPMന്റെ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. തോളോട് തോൾ ചേർന്ന സഖാക്കൾ അന്ന് മുന്നണി വിട്ടുപോയത് പിണറായി വിജയനും സംഘത്തിനും വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ആ ഞെട്ടലാണ് ഇനി RSPയെ നിയമസഭ കാണിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിന് പിന്നിൽ. എന്നാൽ ഇത്തവണ സ്ഥിതി മാറും എന്ന പ്രതീക്ഷയിലാണ് RSP. നേതൃമാറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്വാധീനവുമാണ് ഇതിന് കാരണം. ഷിബു ബേബി ജോൺ സംസ്ഥാന സെക്രട്ടറി ആയതോടെ പാർട്ടി കൂടുതൽ സജീവമായിട്ടുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ നേടുന്ന വലിയ ഭൂരിപക്ഷം പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഇതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് UDF ഉണ്ടാക്കിയ മുന്നേറ്റവും ശുഭസൂചനയാണ്. ചവറ, ഇരവിപുരം, കുന്നത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇത്തവണ കടുത്ത പോരാട്ടമായിരിക്കും നടക്കുക. UDFിലെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ പിന്തുണയും RSPയുടെ വിജയത്തിൽ നിർണായകമാകും. RSPക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇത്തവണയും നിയമസഭയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും. കേരള നിയമസഭയിൽ വീണ്ടും RSPയുടെ പതാക പാറുമോ? അതിന് ഇടതുപക്ഷം സമ്മതിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.